ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ വൈബീഗൾ ടോക്ക്. അങ്ങനെ നമ്മൾ നേരെ ഒരു വൈകുന്നേരം ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോണ ഒരു വീഡിയോ ആണ് ഇന്ന് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിയൊക്കെ ആവാറായപ്പോഴായിരിക്കും കേട്ടോ പോയിണ്ടായ. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി പോയത്. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അടിപൊളി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല മഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് സമാധാനമായിട്ട് നമ്മൾ മല കയറിയാൽ മതി കേട്ടോ. നമ്മൾ മല കയറാൻ തുടങ്ങുമ്പോൾ കുറേ ആൾക്കാർ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ ഇറങ്ങി പോണ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞത് അടിപൊളി വ്യൂ ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ കയറണം എന്നാണ്. പിന്നെ ഞാനിതൊരു സെക്കൻഡ് ടൈം കയറുന്നുണ്ട്, നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മല കയറാൻ തുടങ്ങി വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം ഈ കുന്നും മലയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഫോൺ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കസിൻസും കൂടിയാണ് ഞങ്ങളിത് പോയത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്കങ്ങനെ കയറാൻ പറ്റില്ല, നന്നായിട്ട് അണയ്ക്കൂട്ടെ ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും വെള്ളമൊക്കെ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും കൂടി ഞങ്ങൾക്ക് കയറാനുണ്ടായിരുന്നു. എന്തായാലും ഇതുവരെ കയറിയതല്ലേന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് അങ്ങോട്ട് കയറാൻ പോയിട്ടോ. അങ്ങനെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പകുതിക്ക് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ ഒരു ടാസ്ക് ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ആഞ്ഞു പിടിച്ച് എല്ലാവരും കൂടെ അങ്ങ് കയറി. അങ്ങനെ കയറി നമ്മൾ ആ ഒരു സ്പോട്ടിലെത്താൻ നേരത്ത് അടിപൊളി വ്യൂ ആണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യൂ കണക്കിടലെടുത്തുകൊണ്ട് ഇതേപോലെ അങ്ങനെ പണി. ഇവന്മാർ രണ്ടുപേരും ഭയങ്കര മടിയന്മാരൊക്കെ ആയതുകൊണ്ട് പയ്യാണ് കയറി വരണേ കേട്ടോ. പിന്നെ നമ്മളവിടെ ചെന്നത് മേളിൽ ചെല്ലുമ്പോൾ അടിപൊളി വ്യൂ ആണ് ഗൈസ്. എങ്ങനെയാ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു സ്പോട്ട് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അടിപൊളി ആ ഒരു റോഡാണ് നമ്മൾ കയറി വരണത്. അടിപൊളി നല്ല പാറയും പിന്നെ അത്യാവശ്യം എന്താ പറയുക നല്ല ഒരു കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ചില്ലൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരമാണ് നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അവിടുത്തെ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങണം. കാരണം മഞ്ഞ് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി നമ്മൾ കയറി വന്ന വഴി അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും താഴോട്ട് ഇറങ്ങി തുടങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കയറുന്ന പോലെയല്ല, നമ്മുടെ താഴോട്ടേക്ക് ഇറങ്ങാൻ നേരത്ത് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പുറം ഇപ്പുറമുള്ള പുല്ലൊക്കെ പിടിച്ചിട്ട് ഏകദേശം ഒരു മയത്തിൽ വരും കേട്ടോ താഴെ എത്തി നമ്മൾ നേരെ ചെന്നത് താഴത്തെ ആ ചായക്കടയിലല്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായക്കടയിൽ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ 2 ചായയൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഒരു പരിപ്പുവട, പിന്നെ ഒരു ബോണ്ട, പിന്നെ ഒരു ബ്രെഡ് റോസ്റ്റ്, ഇതൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ നേരെ നൈറ്റ് നമ്മൾ ഓല റെസ്റ്റോറൻറ്റിൽ പോയി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ നൈറ്റ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പാക്കപ്പ് ആവാണ്. അങ്ങനെ എൻ്റെ ഒരു സൺഡേ ഇതേപോലെയാണ് ഒരു സൺഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സൺഡേ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.